ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. വയസ്സ് 78 പിന്നിടുമ്പോഴും ഒറ്റപ്പാലം ബീറ്റ്ന സ്വദേശിയായ VS സതി വായനയുടെ പുതിയ വാതായനങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. കൂട്ടായി 1500ഓളം ബുക്കുകളുള്ള ലൈബ്രറിയും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വായനാ ദിനത്തിൽ ഒറ്റപ്പാലം ബീറ്റ്നയിലെ ഒരു സ്റ്റോറി കാണാം. വെട്ടിയമ്പാടി മനക്കൽ ശങ്കരനാരായണൻ ഭട്ടത്തിരിപ്പാടിന്റെയും ദേവകി അന്തർജനത്തിന്റെയും മകളായി 1947 സതിയുടെ ജനനം. ബാല്യകാലത്തിൽ അമ്മയുടെ വായനാശീലങ്ങൾ മാതൃകയാക്കിയ VS സതി ഇന്ന് തന്റെ 78ാം വയസ്സിലും വായന തുടരുകയാണ്. താളുകളിൽ നിന്നും മറുതാളുകളിലേക്കുള്ള ഈ യാത്ര അത്രമേൽ ആസ്വദിക്കുകയാണ് ഇവർ. ഇക്കാണുന്ന പൂമുഖത്തിരുന്നാണ് പുസ്തക വായന. വായിച്ചു തീർക്കാൻ ഇനിയുമേറെ പുസ്തകങ്ങളുണ്ടെന്നാണ് വിരമിച്ച അധ്യാപികയായ സതി ടീച്ചർ പറയുന്നത്. സിനിമയും നോവലുകളും ശാസ്ത്രവും ഡിറ്റക്റ്റീവുകളും സാഹിത്യവും ലോകസാഹിത്യവും വിപ്ലവവും കമ്മ്യൂണിസവും അടങ്ങുന്ന പല പുസ്തകങ്ങളും പലകുറി വായിച്ചു തീർത്തതാണ്. ഇപ്പോഴും വായന തുടരുന്നു. യുദ്ധവും സമാധാനവും എന്ന നോവലാണ് ആദ്യം വായിച്ച ഓർമ്മ. പിന്നീടങ്ങ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ തകഴിയും MTയും ഷേക്സ്പിയറും അടങ്ങുന്ന അനേകം എഴുത്തുകാർ തന്റെ പ്രിയപ്പെട്ടവരായി മാറി. ജീവിതത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഐത്തത്തിന്റെയും അനാചാരത്തിന്റെയും കയ്പ് കലർന്ന കടമ്പകൾ കടന്നുവന്ന ഇവർ ജീവിതം ഒരു വിപ്ലവമാണെന്നാണ് പറയുന്നത്. തന്റെ ഇഷ്ടമില്ലാത്ത ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിതയായി. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അധ്യാപന ജോലി നേടിയപ്പോൾ അക്കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഐത്തമാണെന്ന് മുദ്രകുത്തി ഭർത്തൃവീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. പിന്നെ ജീവിതത്തോടുള്ള പൊരുതലിൽ കൂടെയുണ്ടായിരുന്നത് വായനയാണ്. അവിടെ മുതൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നി. പിന്നെ അങ്ങ് വായന മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ ഉൾപ്പെടുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളും പേരുകേട്ട കമ്മ്യൂണിസ്റ്റുകാരി റോസ ലക്സൻബർഗിന്റെ ഒട്ടനേകം പുസ്തകങ്ങളും ഇക്കാലയളവിൽ വായിച്ചു മുഴുമിച്ചതാണ്. വീടിനു മുകളിലെ നിലയിൽ സജ്ജീകരിച്ച പുസ്തക ശേഖരങ്ങളിൽ പഴയതും പുതിയതുമായ അനേകം ഗ്രന്ഥങ്ങളാണുള്ളത്. സൂക്ഷിച്ചു വച്ചതിൽ ചിലതെല്ലാം ആവശ്യക്കാർക്ക് നൽകി. പല പുസ്തകങ്ങളും നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോഴും അമേരിക്കൻ പബ്ലിക്കേഷനുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളെയും കാത്തിരിക്കുകയാണ് ഈ അധ്യാപിക. ശാസ്ത്രീയമായത് ധാരാളമുണ്ട്. റിച്ചർഡ് ഡോക്കിൻസിന്റെ കഥ ശാസ്ത്രീയമാണ്. ജീനുകളെ പറ്റിയിട്ടുള്ള പഠനമാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ വിവരങ്ങളാണ് അതിൽ പുസ്തകമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1979 പുറത്ത് ഇറങ്ങിയത്. അതിന്റെ മലയാളം പരിഭാഷയാണ് എനിക്ക് കിട്ടിയത്. അത് എന്റെ കയ്യിലുണ്ട്. ബാക്കി എന്തൊക്കെ നോവലുകളോ പുസ്തകങ്ങളാണ്? ഏതൊക്കെ തരം? ഞാൻ സാഹിത്യത്തിലെ ലോകത്തിലെ ഏത് രാജ്യത്തു നിന്നുള്ള സാഹിത്യകൃതികളും ഇപ്പോൾ ഇവിടെ കൊളംബിയ എന്നാണെങ്കിൽ മാർക്കസിന്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തെക്കേ അമേരിക്കയിൽ തന്നെയാണല്ലോ ബ്രസീൽ, അവിടുത്തെ എഴുത്തുകാരനാണല്ലോ ഈ പൗലോ കൊയ്ലോ. അദ്ദേഹത്തിൻ്റെയും മിക്കവാറും പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കാൻ എനിക്ക് ആ രാജ്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി. പിന്നെ ഞാൻ അമേരിക്കൻ സാഹിത്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതൊരു പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അമേരിക്ക എന്നുള്ളതൊക്കെ ഞാൻ വരുത്താറുണ്ട്. ഞാൻ നേരിട്ട് വരുത്താറുണ്ട് പുസ്തകങ്ങൾ. എനിക്ക് ഡൽഹിയിലൊരു ബുക്ക് ഷോപ്പ് വരെ സ്ഥിരമായിട്ട് പുസ്തകം ഭാരതി പബ്ലിക്കേഷൻസ്. ഏതാണ്ട് എത്ര പുസ്തകങ്ങൾ ടീച്ചർ വാങ്ങിയിട്ടുണ്ട്? എനിക്ക് പറയാൻ തന്നെയില്ല. എൻ്റെ പുസ്തകങ്ങൾ പകുതി, അതായത് ഞാൻ ഇത് കളക്ട് ചെയ്തിട്ട് സൂക്ഷിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പത്തെയൊക്കെ പലതരത്തിലും പോയി. പിന്നെ ആദ്യമൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് പുസ്തകമൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന ഞാൻ പറയല്ലേ 13 വയസ്സിലൊക്കെ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതായത് ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും വായിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളൊരു ശീലമുണ്ടായിരുന്നു. ധാരാളം വായിക്കും ഞാൻ. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അന്ന് അത്രേ അറിയുള്ളൂ. ഇപ്പോഴും വായിക്കും. ഇപ്പോൾ പിന്നെ അന്ന് നമുക്ക് ഇന്ന പുസ്തകങ്ങളൊന്നും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വായനശാലയിൽ എൻ്റെ അമ്മയുടെ കൂടെ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് എമിലി സോളയുടെ ഒരു പുസ്തകം കണ്ടു. അപ്പോൾ ഞാൻ നാനായിരിക്കും, അപ്പം എൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ ഇത് എടുക്കട്ടെ അമ്മയെ ചോദിച്ചു. അത് കുട്ടികൾക്കൊന്നും വായിക്കാതെ.
ന്യൂസ് ഡെസ്ക് CCV.